പെരുന്നാൾക്ക് ഒരു ഫുഡിങ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ തലേന്ന് തന്നെ ഞാൻ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇതിൻ്റെ ഫുഡിങ്ങിൻ്റെ ഫസ്റ്റ് ഭാഗം എടുക്കാൻ ഇത് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഭാഗമില്ല. അപ്പോൾ ആ ഫസ്റ്റ് ഭാഗം ഞാൻ ഒന്നും കൂടി ഇപ്പോൾ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. ഇത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡ്, അതേമാതിരി പാല്, ബ്രെഡിൻ്റെ ഈ സൈഡൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. ഈ വെള്ള ഭാഗം മാത്രം എടുത്താൽ മതി. അപ്പോൾ 2.5 ഗ്ലാസ്സിക്ക് ഒരു ബ്രെഡ് മതി. ഇത് ചെറിയ പീസായതുകൊണ്ട് കട്ട് ചെയ്യും ചെയ്താൽ നടുഭാഗം മാത്രം ചെറിയ പീസേ ഉണ്ടാവുള്ളൂ, കൂടുതലൊന്നും വേണ്ട. അതേപോലെ തന്നെ 100 ഗ്രാം ഇത് 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് മതി. അത് ഞാൻ 1 ലിറ്ററിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ 1/2 ലിറ്ററാണുള്ളത്. ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഭാഗങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അത് ഞാനന്ന് ബിരിയാണിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സൈഡൊക്കെ കട്ട് ചെയ്തത് ബിരിയാണിക്ക് ഇട്ട് കൊടുക്കുക ചെയ്തത്. അത് നിങ്ങൾ പെരുന്നാളിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഇത് ഒരു 100 ഗ്രാമിൻ്റെ വെജിറ്റേറിയൻ്റെ ഒരു പാക്കാണ് ഞാൻ വാങ്ങാറുള്ളത്. അതിന് 320 രൂപ കേട്ടോ വില. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല തിക്ക് ഉണ്ടാവും. നമ്മൾ ആ 10 ഗ്രാം വെച്ച് വാങ്ങണേക്കാട്ടി പകുതി ലാഭമാണ് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഒരു വർഷത്തിൻ്റെ മേലായി വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വാങ്ങുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും അധികം യൂസ് ചെയ്യണവർക്കാണെങ്കിൽ ഇങ്ങനെ വാങ്ങുകയാണ് നല്ലത്. അപ്പോൾ ഈ ചൈന ഗ്രാസ് അതേപോലെ തന്നെ ഞാൻ എടുത്തിട്ട് ചുടുവെള്ളത്തിലിട്ട് വെക്കുക ചെയ്യാറുള്ളത് എപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിലും. അപ്പോൾ അത് നമുക്ക് ചുടുവെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് ഞാൻ പാലിൽ എല്ലാവരും ഇളക്കിയിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുക. ഞാനെന്താ ചെയ്യുക വെച്ചാൽ ചുടുവെള്ളത്തിലിട്ട് വെച്ച് ആ മിക്സിയിൽ അതും അതേമാതിരി മിൽക്ക് മെയ്ഡും ബ്രെഡും കൂട്ടി അരച്ച് കൊടുക്കും. അപ്പോൾ അതിലേക്ക് ചില സമയത്ത് നമുക്ക് വെള്ളം മതിയാവില്ല തോന്നണമെങ്കിൽ കുറച്ച് പാലും അത് നിങ്ങൾ അളന്ന് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് പാലും കൂടി എടുത്തുകൊണ്ട് നല്ല വെള്ളം മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. ഇത് കണ്ടോ, നല്ല വെണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത് 3 ഗ്ലാസ് പാലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഗ്ലാസ് ഇതിലേക്ക് ഒഴിക്കും ചെയ്തില്ലേ. അപ്പോൾ ഇതുകൊണ്ടൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് അപ്പോൾ 4.5 ഗ്ലാസ് പാല്. ഈ ഗ്ലാസ്സിന് 4 ഗ്ലാസ്. ഇത് 1 ലിറ്റർ പാല് കാച്ചിയെടുത്തതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. അപ്പോൾ ഇതൊന്ന് അടുപ്പത്തേക്ക് വെക്കാം. ഇപ്പോൾ നമ്മൾ വൈറ്റ് ഫുഡിങ്ങിനുള്ള കൂട്ടുവട തിളക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ എൻ്റെ വീട്ടിൽ കുറേ ജോലികളെന്ന് വെച്ചാൽ പാത്രങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വീഡിയോ എടുക്കണവർക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം അതിൻ്റെ ബാക്കിൽ നമുക്ക് വേറെ പ്രവർത്തിക്കാണ്ടെന്ന്. അപ്പോൾ ഞാൻ പാത്രം കൈകലും രാത്രിക്കൊക്കെ കഞ്ഞി തീമടൽ അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിച്ച് വന്നപ്പോൾ ഇത് തിളക്കാറായിട്ടുണ്ട്. കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് ഓരോരുത്തർ കമൻറ്റിലൂടെ ചെറിയ പെരുന്നാളിൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു ഈ ഫുഡിങ് ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരുമെന്ന്. പക്ഷേ എനിക്കിതുവരെ സമയം കിട്ടാത്തതുകൊണ്ടും ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വൈകിയത് കേട്ടോ. അത് നിങ്ങൾ ക്ഷമിക്കണം. അപ്പം നിങ്ങൾ ഇന്ന് എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്കിത് പാലില്ലാന്നുണ്ടെങ്കിൽ കട്ടി തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ ഇതിൽ പാർന്ന് തിളപ്പിച്ചെടുക്കരുത്. നമ്മൾ ആദ്യം പച്ചവെള്ളത്തിൽ നമ്മൾ മിക്സിയിൽ അരച്ച കൂട്ടെല്ലാം കൂടി നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക. അത് നല്ല വെണ്ണ ഉണ്ട് കുറുകി വന്നതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങാപ്പാൽ തിളപ്പിച്ചെടുക്കരുത്.
അപ്പോൾ ഇതിന് മധുരം പാകമായിരിക്കും എന്ന് വിചാരിക്കുന്നു. മധുരം നോക്കാൻ യാതൊരു വഴിയില്ല. എല്ലാവർക്കും നോമ്പല്ല, അറഫാ നോമ്പായിരിക്കുമല്ലോ ഇന്ന്. അപ്പോൾ ഞമ്മൾക്കും ഇവിടെ അറഫൻ്റെ നോമ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ മധുരം ഉണ്ടാന്ന് നോക്കാൻ പറ്റൂല. ഏതായാലും ഇങ്ങനെ ഒരു സുമാറൊരു മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക മധുരം ഉണ്ടോയെന്ന്. പിന്നെ ബ്രെഡിൻ്റെ സൈഡ് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ആ സൈഡോട് കൂടി നിങ്ങൾക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വൈറ്റ് കളർ കിട്ടൂല എന്നുള്ളൂ. അല്ലാതെ ഒരു കുഴപ്പമില്ല, വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അതും ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ സൈഡ് നിങ്ങൾക്ക് പൊടിച്ച് വെച്ചിട്ട് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ റസ്ക് പൊടിക്ക് യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേമാതിരി ബ്രെഡ് ജസ്റ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുട്ടയും പഞ്ചസാരയും ഏലക്കായ് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. എങ്ങായാലും അത് ഉപയോഗപ്പെടും. എങ്ങനെ ആയാലും വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീയൊന്ന് ചുരുക്കിയിട്ട് ഒരു 2 മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കട്ടെ. ഈ കഞ്ഞി തളിച്ചൂത്ത് പോവാതെക്കാൻ വേണ്ടിയിട്ട് പാസർ ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഒരു തുണി വെച്ച് കൊടുത്താൽ നമ്മുടെ കുക്കറിന് സൈഡിൽ കൂടെ ഒന്നും ഒലിച്ച് വരില്ല. നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ എങ്ങനെ പറയാം, മിൽക്ക് മെയ്ഡ് കുറഞ്ഞൊരു ലൂസായാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും കേട്ടോ. അത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ലൂസുള്ളത് ഇളക്കണ പോലെ കുറഞ്ഞൊരു തിക്കായിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് ഇന്ന് ആറാൻ വെക്കട്ടെ. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കൊക്കെ ഒഴിക്കുമ്പോൾ ചൂടാറിയിട്ട് വേണം കേട്ടോ ഒഴിക്കാനേ. ഇതിൽ നമ്മളെ ചൂടോടെ കൂടി ഒഴിക്കുക. അത് ചൂടാറിയതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നല്ല ചൂടോടെ ഇപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചിട്ടുള്ളത്. ക്യാമറയിൽ കട്ട് ചെയ്ത് പോയതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.